പയ്യന്നൂരിൽ അനസ്തേഷ്യ പിഴവ് കാരണം ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. സൂരജ് വിജിഷ ദമ്പതികളുടെ 1.5 വയസ്സുകാരനായ ദേവാൻ ശൗര്യയാണ് മരിച്ചത്. ബൈജു തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഒരു കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത്, അതും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ച, അനസ്തേഷ്യ പിഴവ് കാരണമാണ് ഇതുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ? അനുശ്രീ, ചികിത്സാ പിഴവിൽ മറ്റൊരു കുഞ്ഞിന്റെ കൂടി ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 1.5 വയസ്സുകാരനായ ദേവാൻ ശൗര്യ, അതായത് സൂരജ് വിജിഷ ദമ്പതികളുടെ മകനാണ്. ചെറിയൊരു പരിക്കിനെ തുടർന്ന് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണപ്പെടുന്നത്. അതായത് ഈ മാസം 5-ാം തീയതി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് താടിക്കും അതുപോലെ തന്നെ ചുണ്ടിനും ചെറിയ പരിക്കാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് ഈ കുടുംബം. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നും അനസ്തേഷ്യ നൽകിയതിനെ തുടർന്നാണ് ഈ കുഞ്ഞിന് മസ്തിഷ്കാഘാത മരണമുണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുഞ്ഞ് മരണപ്പെട്ടത്. എന്തായാലും 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. ഏതായാലും ഈ കുടുംബം പരാതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ കുഞ്ഞിന്റെ നടക്കും. അത് പരിയാരം മെഡിക്കൽ കോളേജിലായിരിക്കും. ഇപ്പോൾ കണ്ണൂർ ബേബി മെമ്മോറിയലാണ് ഈ കുഞ്ഞുള്ളത്. അവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം തന്നെ കുഞ്ഞിന്റെ മൃതദേഹം മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മറ്റ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഏതായാലും ഈ സംഭവത്തിൽ അഞ്ജലി പൊതുവാൾ എന്ന ഡോക്ടർക്കെതിരെ, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പയ്യന്നൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് ഈ ഒരു ഡോക്ടർ മാത്രമല്ല, ഇതിൽ മാനേജ്മെന്റിന് ഉൾപ്പെടെ ഉത്തരവാദിത്വമുണ്ട്. ഇവർക്കെതിരെയും കേസെടുക്കണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും തന്നെ ഇവർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പയ്യന്നൂരിലെ ആശുപത്രിക്കെതിരെ വലിയ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ നിരവധി സംഘടനകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇത്തരത്തിൽ ചികിത്സാ പിഴവിന്റെ കാരണത്താൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, അത് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. അതോടൊപ്പം കുടുംബം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ കുഞ്ഞിനെ ഇവർക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഗുരുതരമായ ആരോപണമാണ് ഈ കുടുംബം ആശുപത്രിക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. കുട്ടിയുടെ മുൻ കാര്യം നോക്കാതെ അത്തരത്തിൽ അനസ്തേഷ്യ നൽകിയതാണ് ഇങ്ങനൊരു മരണത്തിന് സംഭവിച്ചത്. ഒരു പ്ലാസ്റ്റർ മാത്രം ഇടേണ്ട ഒരു കേസിൽ ഇങ്ങനെ അനസ്തേഷ്യ നൽകി ഈ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടി വേണം, മറ്റ് ഡോക്ടർമാർക്കെതിരെ വേണം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ചികിത്സാ പിഴവ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ ഒരു ചികിത്സ നടത്തിയത്. അതിൽ ഈ നിയമ നടപടിയുമായി സഹകരിക്കും. അത്തരത്തിൽ ഒരു കാര്യമാണ് ഈ ഒരു ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലെയും അവർ പറയുന്നത് ഇതിൽ വലിയ ചികിത്സാ പിഴവ് തന്നെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ശരി, കണ്ണൂരിലാണ് അനസ്തേഷ്യ പിഴവ് കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. സൂരജ് വിജിഷ ദമ്പതികളുടെ 1.5 വയസ്സുകാരനായ മകൻ ദേവാൻ ശൗര്യയാണ് മരിച്ചത്. KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.